ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഒരു മിനിറ്റ്, ഇപ്പം എനിക്ക് പറയാനുള്ളത്, ഇപ്പം ഈ വീഡിയോ നോക്കുന്ന നിന്നോട് എനിക്കൊരു കാര്യം പറയാണ്ട് ഈ വീഡിയോ ഫുള്ള് നോക്കണം. ഇന്ന് രാവിലെ ഞാൻ എണീച്ച് പല്ലൊക്കെ തേച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഫോൺ എടുത്ത് നോക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ന്യൂസ് കണ്ട്. ഈ ന്യൂസ് എന്താണെന്ന് വെച്ചാൽ ഒരു ഭാര്യയും ഭർത്താവ് തമ്മിലുള്ള പ്രശ്നം വീട്ടിറക്കിയുണ്ട്. ആ സീനിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നത്തിലുള്ള സീനിൽ അവരുടെ കുട്ടിയുമുണ്ട്. ഭാര്യനെ ഭർത്താവ് അടിക്കുന്നൊരു സീൻ, അടിച്ച് ഭാര്യയുടെ മേക്ക് എണ്ണ ഒഴിച്ച് ഭാര്യനെ കത്തിച്ച് എന്നിട്ട് ഭാര്യനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്ന പകുതി വഴിക്ക് ഭാര്യ മരിച്ചു. ഇത് കേരളത്തിലല്ല, കേരളത്തിൻ്റെ പുറത്ത് നടന്നൊരു കഥയാണ്. പിന്നീട് ഈ കുട്ടി ന്യൂസിൽ ഈ കണ്ട സീൻ ഇതുപോലെ പറയുന്നൊരു വീഡിയോ ന്യൂസിലുണ്ട്. ഇതിനെപ്പറ്റി ഇതെന്താണ് പ്രശ്നം, ഇതിനെപ്പറ്റി കൂടുതൽ ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഈ പ്രശ്നങ്ങളെല്ലാം കാണുമ്പോൾ എൻ്റെ മൈൻഡിൽ വരുന്നൊരു ചിന്തയാണ്. അപ്പോൾ അത് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു, ഒന്ന് കേൾക്കണം. ജീവിതത്തിൽ ഫസ്റ്റ് മീറ്റിൽ തന്നെ ഫേവറേറ്റായി മാറിയ ഒരാൾ, സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട ഒരാൾ, കുറച്ച് നാൾക്ക് ശേഷം ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രശ്നക്കാരനോ അല്ലെങ്കിൽ ഒരു പ്രശ്നക്കാരിയായി മാറുന്നു. ഒരു സമയത്ത് വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം പോലുള്ള ഓൺലൈൻ ആപ്പുകളിൽ സ്നേഹം നിറഞ്ഞ പഞ്ചാര വാക്കുകൾ കൊണ്ട് മെസ്സേജ് ചെയ്യുന്നുണ്ടായിരുന്ന അതേ വ്യക്തിയെ അതേ ഓൺലൈൻ ആപ്പുകളിൽ ബ്ലോക്ക് ചെയ്യുന്നു. ഒരു സമയത്ത് നിൻ്റെ കൂടെ ഞാൻ ഉണ്ടാകും, എൻ്റെ കൂടെ നീ ഉണ്ടാകണം എന്ന് വാഗ്ദാനം കൊടുത്ത് വാഗ്ദാനം വാങ്ങിയ അതേ വ്യക്തികൾ കുറച്ച് നാൾക്ക് ശേഷം ജീവിതത്തിൽ കൂടെ വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നു. ഒരു സമയത്ത് എന്നെ മനസ്സിലാക്കുന്ന ഏക വ്യക്തി നീയാണെന്ന് പറയുന്നു. പിന്നീട് കുറച്ച് നാൾക്ക് ശേഷം അതേ വ്യക്തിയെ എന്നെ മനസ്സിലാക്കാൻ പറ്റാത്ത ഏക വ്യക്തി നീയാണെന്ന് പറയുന്നു. ഇതുപോലുള്ള ചിന്തകൾ മൈൻഡിൽ വരുന്ന സമയത്ത് ഇതിനെപ്പറ്റി ഞാനൊന്ന് റിസർച്ച് നടത്തി. ഇതുപോലുള്ള റിലേഷൻഷിപ്പ് പാരഡോക്സ് ഇല്ലാതിരിക്കാൻ എന്താ ചെയ്യേണ്ടത്, അങ്ങനെ റിസർച്ച് നടത്തിയ സമയത്ത് എനിക്ക് പഠിക്കാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുതരാം. അമേരിക്കയിലെ ഡോക്ടർ ഗാരി ചാപ്മാൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഓരോ കപ്പിൾസിനോട് സംസാരിച്ച് അവരുടെ ജീവിതത്തിൽ നിന്ന്, അവരുടെ അനുഭവത്തിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കിയെടുത്ത് എഴുതിയ ഒരു ബുക്കുണ്ട്, ദ 5 ലവ് ലാംഗ്വേജസ്, സ്നേഹത്തിൻ്റെ 5 ഭാഷകൾ, അല്ലെങ്കിൽ സ്നേഹം പ്രകടിപ്പിക്കേണ്ട 5 മാർഗങ്ങൾ എന്ന് വേണമെങ്കിലും പറയാം. ഓക്കെ, അപ്പം ഇദ്ദേഹം ഈ ബുക്കിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആദ്യം പറയുന്നത് ദ വേർഡ് ഓഫ് അഫിർമേഷൻ. അഫിർമേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അംഗീകാരത്തിൻ്റെ വാക്കുകൾ. അതായത് ഒരാളെ പ്രശംസിപ്പിക്കുക, അഭിനന്ദിക്കുക, അല്ലെങ്കിൽ സ്നേഹത്തോടെ ഒരാളോട് സംസാരിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് എന്താണ് സ്നേഹത്തിൻ്റെ ഒരു ഭാഷ. മനസ്സിലായി? അതായത് സ്നേഹം പ്രകടിപ്പിക്കേണ്ട ഒരു രീതി. ഇതാണ് ആദ്യം പറയുന്നത്. പിന്നെ സ്നേഹത്തിൻ്റെ വേറൊരു ഭാഷ എന്ന് പറയുന്നത് റിസീവിങ് ഗിഫ്റ്റ്സ്, സമ്മാനങ്ങൾ നൽകുക. സമ്മാനങ്ങൾ നൽകുക എന്ന് പറയുമ്പം വലിയ മൂല്യമുള്ള സമ്മാനം കൊടുക്കുക എന്നുള്ളതല്ല. സ്നേഹത്തോടെ നമ്മൾ എന്ത് സമ്മാനം കൊടുത്താലും അത് ഏറ്റവും വലിയ മൂല്യമുള്ളൊരു സമ്മാനമായി മാറും ആ വ്യക്തിക്ക്. അപ്പം സ്നേഹത്തോടെ നമ്മൾ എന്ത് വേണമെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാം. മനസ്സിലായി? അത് വലുതാവുന്നില്ല, അത് എത്ര ചെറുതായാലും പ്രശ്നമില്ല, പക്ഷെ സ്നേഹത്തോടെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പൊ ഇത് എന്താണ്? സ്നേഹത്തിൻ്റെ വേറൊരു ഭാഷയാണ്. സ്നേഹം പ്രകടിപ്പിക്കേണ്ട വേറൊരു മാർഗമാണ്. സ്നേഹം പ്രകടിപ്പിക്കേണ്ട മറ്റൊരു ഭാഷ ആക്ട് ഓഫ് സർവീസ്, അതായത് സേവനം ചെയ്യുക. സേവനം ചെയ്യുക എന്ന് പറയുമ്പം ഇപ്പം കുക്കിങ്ങിൽ ഹെൽപ്പ് ആക്കുക, അല്ലെങ്കിൽ ക്ലീനിങ്ങിൽ ഹെൽപ്പ് ആക്കുക, അല്ലെങ്കിൽ ഭയങ്കര ടയേർഡ് ആയിട്ടുണ്ടെങ്കിൽ എന്താണ് ഒരു മസാജ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഇപ്പം സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുക, ടയേർഡ് ആയിട്ടുണ്ടെങ്കിൽ ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യത്തിൽ ഹെൽപ്പ് ചെയ്യുക, അവർ ചെയ്യുന്ന വർക്കിൽ അവരെ ഹെൽപ്പ് ചെയ്യുക. ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യാം? അവരെ സേവനം ചെയ്യുന്നത്, നമുക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തി സേവനം ചെയ്യുന്നത്, അത് നമുക്ക് എന്താണ്? ഒരു സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു ഭാഷയാണത്. അപ്പം ഇത് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്താൻ സാധിക്കും. സ്നേഹത്തിൻ്റെ അടുത്ത ഭാഷ ഫിസിക്കൽ ടച്ച്. ഫിസിക്കൽ ടച്ച് എന്ന് പറഞ്ഞാൽ സ്നേഹത്തോടുള്ള എന്താണ് സ്പർശനങ്ങൾ, കെട്ടിപ്പിടിക്കുക, ചുംബനം എന്നിവ എന്താണ് സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു മാർഗമാണ്, ഒരു ഭാഷയാണ്. അതായത് ഇപ്പം നിങ്ങളെ ഉമ്മാനെ, അല്ലെങ്കിൽ ഉമ്മാനല്ല, നിങ്ങളൊന്ന് ഒരു ഉമ്മ കൊടുത്തു നോക്കി, ഉമ്മക്ക് എത്ര സന്തോഷം, നിങ്ങൾക്കും സന്തോഷം ഉമ്മക്ക് ഒരു സ്നേഹത്തോടെ ഉമ്മ കൊടുക്കുമ്പോൾ. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് നമുക്ക് എന്ത് ചെയ്യാം? സ്നേഹം പ്രകടിപ്പിക്കാനുള്ള ഒരു ഭാഷ അല്ലെങ്കിൽ ഒരു മാർഗമാണെന്ന് പറയാം. ആണ് സ്നേഹം പ്രകടിപ്പിക്കേണ്ട ഇനി 5ാമത്തെ ഭാഷ ക്വാളിറ്റി ടൈം. ക്വാളിറ്റി ടൈം എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഇഷ്ടമുള്ള വ്യക്തിയോട് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി തന്നെ നമ്മളൊരു സമയം കണ്ടെത്തണം. എന്നിട്ട് ആ ടൈം അവരോട് സ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത്, അവരോട് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി മാത്രം നമ്മളൊരു ടൈം കണ്ടെത്തി അവരോട് ടൈം സ്പെൻഡ് ചെയ്യുക എന്ന് പറയുന്നത്, അത് സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു രീതിയാണ്, ഒരു മാർഗ്ഗമാണ്. ഇപ്പോൾ നമ്മൾ ഫാമിലിയായിട്ട് കറങ്ങാൻ പോവുക, ഫാമിലിയായിട്ട് കറങ്ങാൻ പോകുന്ന ടൈം നമ്മൾ ഫാമിലിയോട് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ മാറ്റി വെക്കുന്ന ഒരു ടൈമാണ്. അതുപോലെ നമുക്ക് ഇഷ്ടമുള്ളൊരു വ്യക്തിയോട് സ്പെൻഡ് ചെയ്യാൻ വേണ്ടി മാത്രമായി നമ്മളൊരു ടൈം കണ്ടെത്തി എന്നിട്ട് ആ ടൈം അവരോട് സ്പെൻഡ് ചെയ്യുന്നത്, അത് അവരോട് എന്താണ് ഒരു സ്നേഹം പ്രകടിപ്പിക്കുന്ന ഒരു ഭാഷയാണ്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തിലുള്ള
ഇങ്ങനെ ഞാൻ നേരത്തെ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ ഒരു ന്യൂസ് ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാവും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് നമ്മളിങ്ങനെ ചെയ്താൽ നമുക്ക് ഹാപ്പിയായി സന്തോഷമായി ജീവിക്കാം. ഇനി നിങ്ങൾക്കിത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളെ പാരൻസിന്, നിങ്ങളെ ബ്രദേഴ്സ് സിസ്റ്റേഴ്സ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന നിങ്ങളെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഇത് ഷെയർ ചെയ്യുക. ഇത് എല്ലാവരുടെ ജീവിതത്തിലും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. ഓക്കെ ഗൈസ്, എന്നാൽ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ.